നമസ്കാരം. അപ്പോൾ രാവിലെ തന്നെ ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയാണ് ശുഭം ഹോട്ടൽ. നല്ല അസലി മസാല ദോശ കിട്ടും പറഞ്ഞിട്ട് വന്നതാണ്. തീർച്ചയായിട്ടും നമുക്കൊന്ന് കയറി ഒന്ന് കഴിച്ചു നോക്കാം. അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയണ്ടേ. പെരുവാരം ക്ഷേത്രത്തിൻ്റെ തൊട്ട് അടുത്തായിട്ട് കിടക്കുന്ന ഒരു ഹോട്ടലാണ് ശുഭം ഹോട്ടൽ. അതായത് തീർച്ചയായിട്ടും നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞ് കേട്ടറിവാണ് ഇവിടുത്തെ മസാല ദോശ നല്ല പക്ക ടേസ്റ്റാണ്. എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് കഴിച്ചതിന് ശേഷം ഞാൻ പറയാം ടേസ്റ്റ് ഉണ്ടോ ഇല്ലേന്ന്. അപ്പം ഞാൻ മസാല ദോശ ഓർഡർ ചെയ്തു. നമ്മുടെ കൂടെ ഒരു ബിജു എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്തിന് രാവിലെ തന്നെ ഭക്ഷണം കഴിച്ചാക്കണോണ്ട് അദ്ദേഹം പുട്ടും സാമ്പാറും. അപ്പോൾ ബിജു ചേട്ടൻ പറഞ്ഞത് പുട്ടും സാമ്പാറും നല്ല കോമ്പറ്റീഷനാണ്. പക്ഷേ എനിക്ക് മസാല ദോശ മതി, കാരണം ഇന്നത്തെ ഇവിടുത്തെ മസാല ദോശയുടെ ടേസ്റ്റ് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടുകാർ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും അത് വെറും വായത്തുള്ളതാണോ എന്നൊന്ന് ടെസ്റ്റ് അടിക്കുകയും ചെയ്യും. അതിനൊപ്പം തന്നെ നമ്മുടെ വിശപ്പ് മാറും. ശരിക്കും പറഞ്ഞാൽ ബിജു ചേട്ടൻ അത് ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് വലിയ ഇതൊന്നും തോന്നിയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പുട്ടിലേക്ക് സാമ്പാർ ഒഴിക്കണുണ്ടപ്പോൾ കുറച്ച് വായിൽ ഇങ്ങനെ കപ്പലങ്ങോട് ഓടി. പുള്ളി അതിങ്ങോട്ട് നോക്കി. എന്നാലും പ്രശ്നങ്ങളൊന്നുമില്ല. എൻ്റെ മുമ്പിൽ മസാല ദോശ വെച്ചിട്ടുണ്ടല്ലോ. എന്തായാലും അതൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ മസാല ദോശ തുറക്കണമെന്നുണ്ടെങ്കിൽ ചായ വേണമല്ലോ. അപ്പോൾ ചായ എത്തി. ഇനി നമുക്ക് തുടങ്ങാം. മസാലക്കുള്ളിലെ മസാലയാണ് ഏറ്റവും ആദ്യം നമുക്ക് തുറക്കേണ്ടത്. അതിൻ്റെ ടേസ്റ്റാണ് കിട്ടേണ്ടത്. ദോശ എന്തായാലും ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് ഉറപ്പാണ്. അപ്പം മസാലയും ദോശയും കൂടി കൂട്ടിച്ചേർത്ത് പിടിച്ചിട്ടേ ചമ്മന്തിയും സാമ്പാറും മുക്കിയിട്ട് ഇങ്ങനെ വായിലങ്ങനെ വെച്ച് നോക്കി. ഒന്നും പറയാനില്ല. കൂട്ടുകാരന്മാരെന്തായാലും പറഞ്ഞ വായത്തളയെന്ന് മനസ്സിലായി. അപ്പോൾ നല്ല മസാല ദോശ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പെരുവാരം ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് കിടക്കുന്ന ഈ ശുഭം ഹോട്ടലിൽ വന്നാൽ മതി കേട്ടോ. ഒന്നും നോക്കാനില്ല. തൈര് പെട്ടകത്തേക്ക് കയറിച്ചു വായിൽ കപ്പൽ ഓടുന്ന തരത്തിലുള്ള മസാല ദോശ കിട്ടും.